അങ്ങനെ അർജുനെ പൂജയോടൊക്കെ വഴക്കിയിട്ട് എന്താ പറയുക സ്വാതിയെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് പുറപ്പെടുകയാണ് കേട്ടോ. അപ്പോൾ വീട്ടിലുള്ള മധുവാൻ്റിയൊക്കെ പൂജേനെ കുറ്റപ്പെടുത്തുന്നുണ്ടായിരുന്നു. പൂജക്കാണെങ്കിലോ അർജുനൊന്നും പറയാതെ പോയതിൻ്റെ ഭയങ്കര വിഷമത്തിൽ ഇങ്ങനെ റൂമിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നീട് മോളാണെങ്കിലോ ഭയങ്കര കരച്ചിലാണ് കേട്ടോ. അപ്പോൾ പൂജ അതൊന്നും ശ്രദ്ധിക്കുന്നില്ല. പൂജ ഏതോ ലോകത്ത് നിൽക്കുന്നത് പോലെയാണ് കേട്ടോ. അങ്ങനെ പിന്നീട് പൂജ കുഞ്ഞ് കരയണ വീഡിയോ എടുത്തിട്ട് അർജുന് സെൻഡ് ചെയ്യുന്നുണ്ട്. അജുവേട്ട നമ്മുടെ മോളെ എന്തൊക്കെയാണ് പറയാൻ ശ്രമിക്കുന്നുണ്ടെന്ന് പറയാൻ കേട്ടോ. ഇത് അർജുന് ഈ മെസ്സേജ് ഫീഡ് ചെയ്യുമ്പം അർജുന് വല്ലാണ്ട് വിഷമം വരികയാണ്. അങ്ങനെ അർജുൻ പൂജയെ വിളിക്കുകയാണ്. അപ്പോൾ പൂജക്ക് സന്തോഷം കിട്ടുമ്പോൾ പൂജ പറഞ്ഞു, ഇപ്പോഴാണ് എൻ്റെ ശ്വാസം നേരെ നിന്ന് അർജുവേട്ട. ഞാൻ ഇതുവരെ ഏതോ ഒരു ലോകത്തായിരുന്നു. ഇപ്പോൾ എൻ്റെ മനസ്സിന് ഒത്തിരി ആശ്വാസമുണ്ട് എന്നൊക്കെ പറയാണ്. അങ്ങനെ അർജുൻ പറയുന്നുണ്ട്, താൻ വിഷമിക്കേണ്ട പൂജ, എൻ്റെ മനസ്സിൽ ഇപ്പോഴൊന്നുമില്ല, ഞാൻ അതെല്ലാം വിട്ടു. നീ ടെൻഷൻ എടുക്കാതെ സന്തോഷമായിട്ടിരിക്കുക, ഞാൻ വേഗം പോയിട്ട് വരാം. ആ സ്വാതിയില്ലേ, അവളെ ആരൊക്കെ ചെറുതട്ടി കൊണ്ടുപോയി തടവിൽ വെച്ചിരിക്കുകയാണ്. അപ്പോൾ അവളായിരുന്നു എനിക്ക് വിളിച്ചത്, ഞാൻ എന്തായാലും പോയി നോക്കട്ടെ എന്ന് പറയാണ്. അപ്പോൾ പൂജ പറയുന്നുണ്ട്, ഗുണ്ടകളൊക്കെ ഉണ്ട് എന്നല്ലേ പറഞ്ഞത്, അജുവേട്ടൻ സൂക്ഷിക്കണം എന്ന് പറയാൻ കേട്ടോ. അങ്ങനെ അല്ല ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്യാണ്. അപ്പോൾ പൂജക്കും ഒത്തിരി ആശ്വാസമാണ് കേട്ടോ. പിന്നീട് അവൾ മോളെയൊക്കെ ഇങ്ങനെ നോക്കി ചിരിക്കുന്നുണ്ട്. അങ്ങനെ അർജുന് സ്വാതിയെ തടവിലാക്കി ആ സ്ഥലത്തെത്തുകയാണ് കേട്ടോ. അർജുൻ അവിടെ എത്തിയതും 4 ഭാഗത്തു നിന്നും ഗുണ്ടകൾ അവൻ്റെ മുന്നിലേക്ക് ചാടിയിട്ട് അവനെ അവിടെ തടഞ്ഞു നിർത്തുകയാണ്. അപ്പോൾ അർജുന എന്തോന്നറിയില്ല, എന്തോ ഒരു ഫീലിംഗ് കിട്ടും. അവരെല്ലാവരും നേരത്തെ എല്ലാം പ്ലാൻ ചെയ്ത് നിൽക്കുന്നത് പോലെ അവന് തോന്നിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവർ എന്താ പറയുക അർജുനെ ഇടിക്കുകയാണ് കേട്ടോ. അപ്പോൾ അർജുൻ സ്വാതി എവിടെയെന്ന് ചോദിക്കുന്നുണ്ട്. അതിനൊന്നും അവർ മനസ്സിൽ പറയാതെ ഇടിക്കുകയാണ്. അവസാനം അർജുന് സ്വാതിയെ കണ്ടെത്തുകയും സ്വാതിയെയും കൊണ്ട് അർജുന് അവിടെ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടയിൽ ഗുണ്ടകളുടെ ഒരുപാട് മർദ്ദനമൊക്കെ ഏൽക്കുന്നുണ്ട് കേട്ടോ. അർജുന് അവൻ്റെ ഡ്രസ്സൊക്കെ കീറിയ മുഖത്തൊക്കെ നല്ല മുറിവൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നീട് അർജുന് അതിനിടയിൽ അവർ ഒരുപാട് വീഡിയോസൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ, സ്വാതിയും അർജുനും ഒത്തിട്ടുള്ള. ശേഷം അവർ ഓടാൻ ശ്രമിക്കുമ്പോൾ അതിലൊരു ഗുണ്ട അർജുൻ്റെ കാലിൽ തടയാണ്. അങ്ങനെ അർജുൻ നിലത്ത് വീഴുന്നതും ആ സമയത്ത് തന്നെ സ്വാതി അർജുനെ കയറി കെട്ടി പിടിക്കുകയാണ് കേട്ടോ. ഇതെല്ലാം അവരൊരു ഫോണിൽ വീഡിയോ റെക്കോർഡ് ചെയ്തിരിക്കുകയാണ്. എന്തിനാണ് നിങ്ങൾ വീഡിയോ റെക്കോർഡ് ചെയ്തിരിക്കുന്നത്, അതിൻ്റെ ആവശ്യമില്ല, എന്തിനാണത് എന്നൊക്കെ പറഞ്ഞിട്ട് അർജുൻ ഇടയ്ക്ക് ചൂടാകുന്നുണ്ടെങ്കിലും അതൊന്നും അവർ മൈൻഡാക്കുന്നില്ല കേട്ടോ. പിന്നീട് സ്വാതിയും കൊണ്ട് അവിടെ നിന്നും ഓടിയിട്ട് അർജുനും സ്വാതിയും വണ്ടിയിൽ കയറി രക്ഷപ്പെടുന്നതാണ് കാണിക്കുന്നത്. ഒത്തിരി ദൂരം അവർ എത്തിയതിന് ശേഷം സ്വാതി പറയുന്നുണ്ട്, അർജുൻ സാർ ഇവിടെ നിർത്ത്. അങ്ങനെ അർജുൻ അവിടെ വണ്ടി സ്റ്റോപ്പ് ചെയ്യാണ്. ഞാൻ കാരണം സാറിന് ഒരുപാട് ബുദ്ധിമുട്ടായില്ല, ഇപ്പോഴിതാ ഗുണ്ടകളുടെ കയ്യിൽ നിന്നും ആക്രമണം വരെ എത്തി, സാർ എന്നോട് ക്ഷമിക്കണം എന്നൊക്കെ പറഞ്ഞ് അവൾ കണ്ണുനീരൊക്കെ കാണിക്കുകയാണ്. അപ്പോൾ അർജുൻ പറയുന്നുണ്ട്, പോട്ടെ സ്വാതി, ഞാനിപ്പോൾ അതൊന്നുമല്ല ആലോചിക്കുന്നത്, എൻ്റെ ജീവിതത്തിൽ ഇതെല്ലാം ആദ്യമായിട്ട് സംഭവിക്കുന്ന സംഭവങ്ങളാണ്. എനിക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ഒട്ടും പേടിയില്ല, ഞാൻ നല്ല ധൈര്യത്തോടെയായിരുന്നു നേരിട്ടിരുന്നത്. പക്ഷേ ഇന്ന് അങ്ങനെയല്ല, എനിക്ക് അവിടെ എത്തിയത് മുതൽ എന്തൊക്കെയോ ഒരു ഫീലിങ്സ് എനിക്ക് തോന്നുകയാണ്, ഞാൻ വല്ലാണ്ട് ഭയപ്പെട്ട് പോവുകയായിരുന്നു, അതുകൊണ്ടാണ് എനിക്ക് ഇങ്ങനെയൊക്കെ സംഭവിച്ചതെന്ന് പറയാൻ അർജുൻ. അപ്പോൾ സ്വാതി പറയുന്നുണ്ട്, സാറിൻ്റെ ഡ്രസ്സൊക്കെ കീറിയിട്ടുണ്ട്, സാർ ഓഫീസിലേക്കാണോ വീട്ടിലേക്കാണോ പോകുന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴാണ് അർജുൻ്റെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുന്നത്. അങ്ങനെ അർജുന് സ്വാതിയെ അവിടെ ഇറങ്ങി ഞാൻ പോവാണ് സാർ, വീട്ടിലേക്കൊന്നും കൊണ്ടുവന്ന് വിടേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞിട്ട് അവൾ വഴിയിൽ ഇറങ്ങി പോവുകയാണ്. ശേഷം അർജുൻ വല്ലാത്തൊരു മാനസികാവസ്ഥയിൽ വണ്ടിയിൽ ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. അവനൊന്നും ഒരു ബോധമില്ലാതെ എന്തൊക്കെ ഒരു മനസ്സിൽ താളം തെറ്റിയ നിലയിൽ ഇങ്ങനെ അർജുൻ അവിടെ സീറ്റിലിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. പിന്നീട് അർജുൻ ജോർജുട്ടിയെ വിളിക്കാൻ കേട്ടോ. എന്നിട്ട് അത്യാവശ്യമായിട്ട് എൻ്റെ സൈസിലൊരു ഡ്രസ്സ് വാങ്ങിച്ചിട്ട് കൊണ്ടുപോകാൻ പറയുന്നുണ്ട്. അപ്പോൾ ജോർജുട്ടി എന്താ സാർ സംഭവിച്ചതെന്ന് ചോദിക്കുന്നുണ്ട്. അതെല്ലാം ഞാൻ പറയാമെന്ന് പറയാം കേട്ടോ. അങ്ങനെ ജോർജുട്ടി ഒരു ഷർട്ടുമായിട്ട് അവിടെ എത്തുകയാണ്. അങ്ങനെ അർജുൻ ആ ഷർട്ട് ചേഞ്ച് ചെയ്യാൻ കേട്ടോ. പിന്നീട് അർജുന് ജോർജുട്ടിയോട് സ്വാതിയെ രക്ഷിക്കാൻ പോയതും അവിടെ നടന്ന കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ജോർജുട്ടി പറയുന്നുണ്ട്, സാർ നമുക്കിതിന് പകരം ചോദിക്കണം, ഉടൻ തന്നെ അങ്ങോട്ട് പോകണം, നമുക്കറിയാവുന്ന വേണ്ടപ്പെട്ടവരെല്ലാം നമുക്ക് വിളിച്ച് വരുത്താമെന്ന് പറയാണ്. അപ്പോൾ അർജുൻ പറയുന്നുണ്ട്, വേണ്ട ജോർജുട്ടി, അതിൻ്റെ ഒന്നും ആവശ്യമില്ല, അത് വിട്ടേക്ക്, ഞാൻ വീട്ടിലേക്ക് പോവാം, എനിക്ക് ഭയങ്കര ക്ഷീണം തോന്നുന്നുണ്ട്, ഒന്ന് ഉറങ്ങണം, ഒന്ന് കിടക്കണം എന്നൊക്കെ പറയാൻ കേട്ടോ. അപ്പോൾ ജോർജുട്ടി പറയുന്നുണ്ട്, സാർ ഭയങ്കര ക്ഷീണിതനാണ്, ഞാൻ സാറെ വീട്ടിൽ കൊണ്ടുപോയി വിടാമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ വേണ്ട, ഞാൻ പൊക്കോളാം എന്ന് പറയാൻ കേട്ടോ അർജുൻ. അങ്ങനെ അർജുന് കാറിൽ കയറിയിട്ട് വീട്ടിലേക്ക് പുറപ്പെടുകയാണ്. പക്ഷേ അർജുന് എന്തെന്നല്ല, മനസ്സിൻ്റെ കോൺഫിഡൻസ് ഒക്കെ തെറ്റിയിരിക്കുകയാണ് കേട്ടോ. ഡ്രൈവ് ചെയ്യാനൊരു പറ്റിയൊരവസ്ഥയിലായിരുന്നില്ല. കണ്ണിനൊക്കെ ഒരു മാളിച്ച്, മുഖമാകെ ചുമന്ന് ഇടി കിട്ടിയിട്ട് മുറിവൊക്കെ ഏറ്റിട്ടുണ്ട്. ഈ അവസ്ഥയിൽ വീട്ടിലേക്ക് കയറി ചെന്നാൽ അവരെന്തായിരിക്കും പറയാമെന്നുള്ള ചിന്തകളൊക്കെ അതും അർജുൻ്റെ മനസ്സിലുണ്ട് കേട്ടോ. പിന്നീട് വീട്ടിലാണെങ്കിലും അച്ഛമ്മക്കൊക്കെ ഭയങ്കര ടെൻഷൻ ആവുകയാണ്. കാരണം അർജുന് എന്തൊക്കെയോ
അരുതാത്ത സംഭവിക്കുന്നു ജ്യോത്സ്യൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. മാത്രവുമല്ല ജയിൽവാസമെല്ലാം അർജുൻ്റെ ജാതകത്തിൽ തെളിയുന്നുണ്ടെന്നും അറിഞ്ഞിരുന്നു. അപ്പോൾ ഇതെല്ലാം കൂടി ആയപ്പോൾ അച്ഛമ്മക്ക് വല്ലാത്ത ടെൻഷൻ വരികയാണ്. അങ്ങനെ മധുവിനോട് പറയുന്നുണ്ട്. അപ്പം മധു ആശ്വസിപ്പിക്കണം, അങ്ങനെയൊന്നുമില്ല അമ്മേ, അർജുൻ ഇപ്പോൾ വരും. എല്ലാത്തിനും കാരണം ആ പൂജയാണ്. നമ്മളെല്ലാവരും ഒരുമിച്ചെടുത്ത തീരുമാനമാണ് അവൾ തെറ്റിച്ച് പോയത്. അതറിഞ്ഞപ്പോൾ അർജുൻ്റെ മനസ്സ് വല്ലാണ്ട് മുറിവേറ്റതുപോലെ ആയിപ്പോയി. അതുകൊണ്ടാണ് അവൻ അങ്ങനെയൊക്കെ പ്രതികരിച്ചത് എന്നൊക്കെ പറയാണ് അവർ. അങ്ങനെ അർജുന് വീട്ടിലെത്തുകയാണ് കേട്ടോ. അപ്പം അർജുൻ കയറി വന്നതും മധു ആൻറ്റി അവൻ്റെ മുഖം പെട്ടെന്ന് തന്നെ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. അർജുൻ നിൽക്കുക എന്ന് പറഞ്ഞിട്ട് അർജുൻ്റെ അടുത്തേക്ക് പോയിട്ട് അവൻ്റെ മുഖം നോക്കാൻ കേട്ടോ. എന്ത് പറ്റി മോനെ, നിൻ്റെ മുഖത്ത് മുറിവുകളൊക്കെ ഉണ്ടല്ലോ എന്ന് പറയാണ്. അപ്പോൾ അച്ഛമ്മയും പേടിച്ച് ഓടിച്ചില്ലാണ് കേട്ടോ. അപ്പോൾ അർജുൻ പറയുന്നുണ്ട് അതൊന്നും സാരമില്ല, അത് ഞാൻ അവിടെ ഒന്ന് വീണതാണ് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഓരോ കള്ളം പറഞ്ഞിട്ട് അവൻ അവിടെ നിന്ന് ഒഴിഞ്ഞു മാറുകയാണ്. പിന്നീടാണ് അവർ ടി വിയിലെ ന്യൂസിൽ ഒരു വാർത്ത കേട്ട് ആകെ ഞെട്ടിപ്പോകുന്നത്. അത് മറ്റൊന്നുമല്ലായിരുന്നു, അത് നമ്മുടെ സ്വാതി ഉണ്ടല്ലോ, അവൾ അർജുനെ ശരിക്കും ചതിക്കായിരുന്നു ഇത്രയും ദിവസം. അവൾ മനഃപൂർവ്വം പൂജ അന്ന് അർജുനെ കാണാനെത്തിയ സിറ്റുവേഷൻ പോലെ സെയിം ഒന്ന് ക്രിയേറ്റ് ചെയ്യുകയും അർജുൻ്റെ കാല് പിടിക്കുകയും എല്ലാം ചെയ്തിട്ടാണ് ഈ കേസ് അവനെ ഏൽപ്പിച്ചതും. പിന്നീട് ഇങ്ങനെയൊക്കെയുള്ള ഓരോ സംഭവങ്ങളിലേക്ക് അർജുനെ കൊണ്ടുപോയിരുന്നത് കേട്ടോ. ആ സമയത്തെല്ലാം അവർ ഇതെല്ലാം ഒരു വീഡിയോ റെക്കോർഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ സ്വാതി പറയാണ്, ഈ നാട് കണ്ട ഏറ്റവും വലിയ ചതിയനും വഞ്ചകനുമാണ് അഡ്വക്കേറ്റ് അർജുൻ. സ്ത്രീകളുടെ ജീവിതം പിച്ച് ചീന്തുന്ന ഇതുപോലുള്ളവരെ പരസ്യ വിചാരണ ചെയ്യണം. ഇങ്ങനെയൊക്കെ അവൾ പ്രസ് മീറ്റ് വിളിച്ചിട്ട് പറയാൻ കേട്ടോ പബ്ലിക്കിൻ്റെ മുന്നിൽ. അവളുടെ മുഖവും ആ മുടിയുടെ ഹെയർസ് എല്ലാം കണ്ടാൽ തന്നെ എന്തോ ഒരു ആക്രമണം കഴിഞ്ഞ് വരുന്ന ഒരു ലുക്ക് അവർക്കുണ്ടായിരുന്നു. അപ്പോൾ അവൾ പഴയ കാര്യങ്ങളെല്ലാം അർജുൻ്റെ മേൽ കെട്ടിവെക്കാൻ കേട്ടോ. തെളിവിനായിട്ട് അവൾ അന്ന് സംഭവിച്ച അവരന്ന് റെസ്റ്റോറൻറ്റിൽ ഇരിക്കുന്ന വീഡിയോസും അതുപോലെ തന്നെ ഇന്ന് നമ്മൾ കണ്ട ഗുണ്ടകളിൽ നിന്നും അങ്ങനെയുള്ള എല്ലാ വീഡിയോസും അവർ പ്രൂഫാക്കി വെക്കുന്നുണ്ട്. അങ്ങനെ എല്ലാവരും അർജുനെ തെറ്റിദ്ധരിക്കുന്ന അർജുനെയും പൂജയും ഇത് ടി വിയിൽ കാണുമ്പോൾ ആകെ ഷോക്കായി നിൽക്കുകയാണ്. അർജുൻ കുഞ്ഞിനെ ഉമ്മ വെച്ചിട്ട് പറയുന്നുണ്ട്, എനിക്ക് തെറ്റ് പറ്റിപ്പോയി, ഞാനെല്ലാം വിശ്വസിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് അവന് പൊട്ടിക്കരയാൻ കേട്ടോ. അതേസമയം തന്നെ സ്നേഹസദനത്തിലും വിശ്വനാഥച്ചനും കുട്ടികളും ചേർന്ന് ഈ ന്യൂസ് കാണുന്നുണ്ടായിരുന്നു. ഇത് കണ്ട് എല്ലാവരും തകർന്നു നിൽക്കുന്ന ഒരവസ്ഥയാണ് കേട്ടോ. ഈ സ്വാതിയുടെ കേസ് ശരിക്കും ഒരു പ്രീ പ്ലാൻഡ് ആയിരുന്നല്ലോ. അർജുൻ ജഡ്ജി സ്ഥാനത്തേക്ക് സെലക്ഷൻ കിട്ടുമെന്ന് ഉറപ്പായപ്പോൾ അവനെ ശത്രുക്കൾ കളിച്ചൊരു കളി ആയേക്കാം ഇതെന്ന് നമുക്കറിയാം. ഇതിൻ്റെ പിന്നിൽ ഒരു പക്ഷേ പ്രിയയും ഉണ്ടായിരിക്കും. അതുകൊണ്ടാണ് അവൾ നല്ല പിള്ള ചമഞ്ഞ സ്നേഹസദനത്തിൽ നല്ല രീതിയിൽ കഴിഞ്ഞു കൂടുകയും ചെയ്യുന്നത്. ഇനി വരും എപ്പിസോഡുകളിൽ നമുക്ക് പ്രിയയുടെയൊക്കെ യഥാർത്ഥ മുഖം കാണാൻ സാധിക്കുന്നതായിരിക്കും. ശത്രുപാളയത്തിലുള്ള ഓരോരുത്തരായിട്ട് ഇനി തല പൊക്കുന്നതാകും നമുക്ക് അടുത്ത എപ്പിസോഡുകൾ കാണാൻ സാധിക്കും.